എന്റെ പെൺകുട്ടിയാണ് ഇത് ഈ വന്നിരിക്കുന്നത്. ഈ കാണുന്ന ആളെ കണ്ടോ? ഇതാണ് ഞാൻ തേടി കണ്ടുപിടിച്ച നെഹ PS. എങ്ങനെയുണ്ട്? 50-ാമത്തെ വയസ്സിൽ വിവാഹം. എന്താ താങ്കൾക്ക് പറയാം? പ്രാരാബ്ദങ്ങൾക്കിടയിൽ കുടുംബത്തിലെ ഓരോ പ്രാരാബ്ദങ്ങളും കാരണം ജീവിക്കാൻ മറന്നു പോകുന്ന അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയാതെ പോകുന്ന ഒരുപാട് ആണുങ്ങളുള്ള ഒരു ലോകമാണ് നമ്മുടെ ലോകം, അല്ലേ? അതായത് കുടുംബത്തിലെ കഷ്ടതകളും കാര്യങ്ങളൊക്കെ കാരണം ചിലപ്പോൾ പെങ്ങളുണ്ടെങ്കിൽ പെങ്ങളുമാരെ കെട്ടിച്ചു വിടാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു സഹോദരൻ അല്ലെങ്കിൽ കുടുംബത്തിലൊരാണ് ജീവിക്കാൻ മറന്നു പോകും, അല്ലെങ്കിൽ സ്വന്തം ജീവിതം കൈവിട്ടു പോകും, സ്വന്തം ജീവിതം നോക്കാൻ മറന്നു പോകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ പലയിടങ്ങളിലായി കണ്ടിട്ടുണ്ട്. രാജേഷ് ഏട്ടനാണ് ഇന്ന് നമ്മുടെ ഹീറോ. 50-ാം വയസ്സിൽ കല്യാണം. സത്യം പറഞ്ഞാൽ കണ്ടാൽ പറയത്തില്ല അങ്ങേർക്ക് 50 വയസ്സാണ്. ഞാനൊരു 35ഒക്കെയാണ് പ്രതീക്ഷിച്ചത്. ഏതൊക്കെ കമന്റ് ബോക്സുകളിൽ അങ്ങേർക്ക് 35 ഉള്ളൂ 50 ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബിസിനസ് തുടങ്ങി പൊട്ടിപ്പാളീശായി തേഞ്ഞൊട്ടി കമ്പിത്തിരിയായി മൂഞ്ചിത്തിരിഞ്ഞിരുന്നു. അല്ലെങ്കിൽ ന്യായമായിട്ടും സത്യമായിട്ടും ബിസിനസ് ചെയ്യുന്നവന്മാരൊന്നും പെട്ടെന്ന് വച്ച പിടിക്കത്തില്ല, പൊട്ടിപ്പാളീശാവുന്ന ചരിത്രമാണ്. എന്നാൽ പലവന്മാരും അത് കൊള്ളേണ്ടവർക്ക് കൊള്ളട്ടെ, ഈ ഉടായ്പകളും അതും ഇതും ഫ്രോഡ് പരിപാടിയൊക്കെ കാണിച്ച് നാട്ടുകാരെ വെട്ടിപ്പും തട്ടിപ്പും നടത്തി എന്തിന്? നമ്മളിപ്പോൾ ഒരു കോൺട്രാക്ടർ പണിയെടുത്ത് ചെയ്താൽ കൂടി അതിൽ കൂടി വെട്ടിപ്പും തട്ടിപ്പും നടത്തി ബിൽഡിങ് കെട്ടിപ്പോ ഉയർത്തുന്നവനെ കാശ് കിട്ടത്തുള്ളൂ, അവനെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ സത്യവും ന്യായവും നോക്കി നേരോടും നെറിവോടും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഗതി പിടിക്കില്ല എന്നതാണ് മറ്റൊരു സത്യം. ഓക്കെ, പ്രപഞ്ച സത്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പം എന്നെ ഇപ്പോൾ ഒരാൾ പറ്റിച്ചുകൊണ്ട് ഒരു പണി ചെയ്ത് ഞാൻ കുറച്ച് കാശ് കൊടുത്തു, അത് എന്നെ പറ്റിച്ചാണ് അവൻ പണി ചെയ്യുന്നതെങ്കിൽ അവനത് ആശുപത്രിയിൽ കൊണ്ടു കൊടുക്കേണ്ട സിറ്റുവേഷൻ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടായിരിക്കും എന്നതാണ് അവിടുത്തെ മറ്റൊരു വാസ്തവം. തട്ടിപ്പും വെട്ടിപ്പിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന കാശ് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല, അത് ഒരു വഴിയിലല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമെന്നതാണ് മറ്റൊരു വാസ്തവം. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അപ്പം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന 50 വയസ്സായ രാജേഷ് ഏട്ടനെ പറ്റിയിട്ടാണ്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ വ്യക്തിക്ക് 50 വയസ്സാണെന്ന്. അപ്പോൾ ജീവിത പ്രാരാബ്ദങ്ങൾ, ബിസിനസ് കാര്യങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങനെ സ്വന്തം ജീവിതം ജീവിക്കാൻ മറന്നുപോയ ഒരു രാജേഷ് ഏട്ടനാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ 30 വയസ്സ് കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടില്ല എന്നുള്ള ഒരു പ്രപഞ്ച സത്യം ഇവിടെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കല്യാണപ്രായമായി നിൽക്കുന്ന പെൺകുട്ടിക്കായാലും അല്ലെങ്കിൽ പയ്യനായാലും ഒരുപാട് നെഗറ്റീവ്സ് പറഞ്ഞുണ്ടാക്കുന്ന നാട്ടുകാർ നാറികളുണ്ട്. നാറികളെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്തയ്ക്ക് പറക്കാത്തവന്മാരുണ്ട്. ഒരു പയ്യനൊരു കല്യാണ ആലോചനയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചു. അപ്പോൾ പെൺവീട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ നാട്ടിലുള്ള നാറികൾ തന്തയ്ക്ക് പറക്കാത്തവന്മാർ ഇരുന്ന് പറയും അവൻ കഞ്ചാവാണ്, അവൻ വെള്ളമാണ്, അവൻ വെണ്ണുടിയനാണ്, മറ്റാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് ഇല്ലാത്ത പച്ച അപരാധങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന തന്തയ്ക്ക് പറക്കാത്തവന്മാരുണ്ട്. ഇത് അറിയാവുന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. അങ്ങനത്തെ കുറെ ചെറ്റകളുള്ള നാടാണ് നമ്മുടെ എല്ലാവരുടെയും നാടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പെൺകുട്ടിക്കായാലും ശരി തന്നെ ആ പെൺകുട്ടി അവൾ മോശക്കാരി, അവളെയാണ് കെട്ടാൻ പോകുന്നത്, അവൾ ടോയ എന്ന് പറഞ്ഞുണ്ടാക്കുന്ന ചെറ്റകളുള്ള നാടാണ്. അതുകൊണ്ട് ഇത്തരം ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലഘട്ടത്ത് സ്വന്തം ജീവിതം ജീവിക്കാൻ മറന്നുപോയ രാജേഷ് ഏട്ടന് 50-ാം വയസ്സിൽ കല്യാണം. എന്തായാലും ലുക്ക് കണ്ടിട്ട് എനിക്ക് 50 തോന്നുന്നില്ല, ഒരു 35 തന്നെ തോന്നുന്നുണ്ട്, പക്ഷെ 50 എന്നാണ് പറയുന്നത്. എന്തായാലും കുഴപ്പമില്ല. 50-ാം വയസ്സിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഷുഗർ ഇല്ല എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതിന് നല്ലൊരു കോമഡി രീതിയിൽ മറുപടി കൊടുക്കുന്ന ഒരു രാജേഷ് ഏട്ടനാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഏജ് ഡിഫറൻസ് നല്ലോണം ഈ പറയുന്ന പെൺകുട്ടിക്കും രാജേഷ് ഏട്ടനും കാണും. പക്ഷെ അതൊരു ചർച്ചയാകുന്നുണ്ട്, കമന്റ് ബോക്സുകളിൽ സംസാരം കൂടുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് ഡിഫറൻസ് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമല്ല. ഇപ്പം ചെറിയ പെണ്ണ് വലിയ പ്രായമുള്ള ആളെ കെട്ടുന്നത്, അച്ഛന് പ്രായം അടുപ്പിച്ചുള്ള ആളിനെ കെട്ടുന്നത് എനിക്ക് യോജിപ്പുള്ളൊരു കാര്യമല്ല. അതുപോലെ അത് നല്ലൊരു ഇതും അല്ല, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. പക്ഷേ പരസ്പരം ഇഷ്ടമാണെങ്കിൽ അവർക്ക് കെട്ടാം, കെട്ടാതിരിക്കാം. കാരണം പണ്ട് കാലഘട്ടങ്ങളിൽ ഈ പറയുന്നത് പോലെ പാവപ്പെട്ട വീടുകളിലെ പെൺകുട്ടികളുണ്ട്. അതായത് ചിലപ്പോൾ കയറി കിടക്കാൻ ഒരു ഇടം കാണത്തില്ല, ആഹാരം കഴിക്കാനുള്ള വക പോലും കാണത്തില്ല. അങ്ങനെയുള്ള വീട്ടിലെ പെൺകുട്ടികളെ കെട്ടാനായിട്ട് ഓരോ മുതുക്കന്മാർ വരും, തന്തേര പ്രായമുള്ളവന്മാർ വന്ന് കെട്ടിക്കൊണ്ടു പോകുന്ന ചരിത്രങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇന്നൊക്കെ അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മുതുക്കന്മാർ വന്ന് കൊച്ചു പിള്ളേരെ കെട്ടുന്ന കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. പക്ഷേ പണ്ട് കാലത്ത് അത് കൂടുതലായിരുന്നു. കാരണം മക്കളെ കെട്ടിച്ചു വിടാൻ നിവൃത്തിയില്ലാത്ത മാതാപിതാക്കൾ ഈ പറയുന്ന പോലെ ഏതെങ്കിലും മുതുക്കന്മാരെ തലയിലോട്ടെങ്കിലും പെൺമക്കളുണ്ടെങ്കിൽ പിടിച്ച് കെട്ടിച്ചു വച്ചു കൊടുക്കുക. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഒരു മൂവിയും കൂടിയുണ്ട്, നമ്മുടെ വെട്ടം സിനിമ. ദിലീപിന്റെ സഹോദരി ഏതൊരു കിളവനെ കെട്ടിച്ചു വയ്ക്കാൻ പോകുന്ന സമയത്ത് ദിലീപ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന സീനൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതുപോലത്തെ കാര്യങ്ങളൊക്കെ പണ്ട് നടക്കാറുണ്ട്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് കുറവാണ്. പക്ഷേ ഈ രാജേഷ് ഏട്ടനും ഈ പെൺകുട്ടിക്കും അവർക്ക് എതിർപ്പില്ല. അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്, ബോണ്ടിലാണെന്നാണ് വീഡിയോസ് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നല്ലത് മാത്രം നടക്കട്ടെ. ജീവിതത്തിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴും നല്ലത് മാത്രം നടക്കട്ടെ. ഇനിയിപ്പോൾ ഓഗസ്റ്റിൽ എങ്ങാണ്ട് കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും രാജേഷ് ഏട്ടൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഹായ്,
ഞാൻ രാജേഷ്. ഒരു ഷോട്ട് ആ മുകളിൽ നിന്ന് കേട്ടോ. എന്റെ നാടും വീടും കാണുമ്പോൾ മൊത്തം ആളുകളാണ്. കല്യാണം ഒരുപാട് വഴി കഴിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. കല്യാണം പല കാരണങ്ങളും വഴി പോണത്. ആ കൊടുത്തിപ്പെട്ട ആളാണ് ഞാൻ. എന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് പൊട്ടി, സാമ്പത്തികമായിട്ട് പല പ്രശ്നങ്ങളും വന്നു. അങ്ങനെ നാട്ടിലും വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത പല അവസ്ഥകളും. ഇപ്പൊ അങ്ങനെ അവിചാരിതമായിട്ടിരിക്കാല്ലേ നമ്മുടെ സുഹൃത്തും മുഴുവൻ എന്റെ പെൺകുച്ചിനെ പരിചയപ്പെട്ടു, കണ്ടു, ഇഷ്ടം തോന്നി. ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞ പെൺകുച്ച് എന്റെ വീട്ടിലേക്ക് വന്ന ദിവസമാണ്. ഇന്നാണ് എന്റെ കല്യാണ ഉറപ്പിക്കൽ. അപ്പൊ ഞാൻ പറഞ്ഞില്ല എന്റെ കാര്യങ്ങള്. ഞാൻ പറഞ്ഞ എന്റെ പെൺകുട്ടിയാണ് ഈ വന്നിരിക്കുന്നത്. ഇത് കാണുന്ന ആളെ കണ്ടോ? ഇതാണ് ഞാൻ തേടി കണ്ടുപിടിച്ച നെഹ PS. ഓക്കെ, കാണുമ്പോൾ തന്നെ നമുക്കൊരു പുഞ്ചിരിയോട് മാത്രമേ ഈ വീഡിയോ കാണാൻ സാധിക്കുന്നുള്ളൂ. ഓക്കെ, രാജേഷ് ചേട്ടൻ കണ്ടുപിടിച്ച ആ പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് ഒരു വിയോജിപ്പുള്ളതായിട്ട് തോന്നുന്നില്ല. വളരെ ഹാപ്പി ആയിട്ട് പെൺകുട്ടി ഇരിക്കുന്നു. നല്ല രീതിയിലാണ്. അവരുടെ എല്ലാവരുടെ ഇഷ്ടത്തോടും താല്പര്യത്തോടും കൂടിയാണ് ആ കല്യാണം നടക്കുന്നതായിട്ടാണ് നമുക്ക് വീഡിയോകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മംഗളാശംസകൾ, നല്ലത് മാത്രം വരട്ടെ. ഓഗസ്റ്റിലെങ്ങാണ്ട് കല്യാണമൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നല്ല കാര്യം, നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവട്ടെ. ഒരു സമയത്ത് ചിലപ്പോൾ ജീവിക്കാൻ മറന്നു പോകും, സ്വന്തം ജീവിതം നോക്കാൻ പറ്റാണ്ട് പോകുന്ന ഒരുപാട് യുവാക്കൾ ഈ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വേറൊരു കാര്യമുണ്ട് കേട്ടോ, അത് ഇതിൻ്റെ ഇടയിൽ കൂടി പറഞ്ഞു പോകണമെന്നുണ്ട്. അതായത് ഈ പ്രേമിക്കുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് പ്രേമിക്കുക ആരെങ്കിലും മതി, ഏതെങ്കിലും കണ്ണാപ്പി ലുക്കിലിരിക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു തൊട്ടി ലുക്കിലൊക്കെ ഇരിക്കുന്ന വാളികളായിട്ട് നടക്കുന്നവന്മാരെയൊക്കെ മതി ഈ പെൺകുട്ടികൾക്ക് പ്രേമിക്കാനായിട്ട്. എന്നാൽ പെൺകുട്ടികൾക്ക് കല്യാണം ആലോചിക്കുന്ന സമയത്ത്, വീട്ടിൽ നിന്ന് കല്യാണം ആലോചിക്കുന്ന സമയത്ത് ഇതുപോലത്തെ തൊട്ടിപ്പരിപാടിയുള്ള പൈലുകളൊന്നും പിടിക്കത്തില്ല. വേണ്ട, ഗവൺമെന്റ് ജോലി മുഖ്യം. ഞാനൊരു കാര്യം ഈ പെൺകുട്ടികളടുത്തും പയ്യനെ അന്വേഷിക്കുന്ന പെൺവീട്ടുകാരടുത്തും ചോദിക്കട്ടെ. ഒരു കാര്യം, ഒറ്റ ചോദ്യം എനിക്കുള്ളൂ. ഈ ഗവൺമെന്റ് ജോലിയുള്ള പയ്യന്മാരെ നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഗവൺമെന്റ് ജോലി എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സർവീസിൽ ഇരിക്കുന്ന സമയത്ത് ഭർത്താവ് തട്ടിപ്പോയി കഴിഞ്ഞാൽ ആ ജോലി ഭാര്യയ്ക്ക് കിട്ടും, അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. കാരണം ഗവൺമെന്റ് ജോലിയെക്കാളും സമ്പാദിക്കുന്ന, ബിസിനസ്സുകൾ ചെയ്ത് സമ്പാദിക്കുന്ന, അല്ലെങ്കിൽ മറ്റു പല വഴികളിലും കൂടി സമ്പാദിക്കുന്ന ഒരുപാട് യുവാക്കൾ ഈ നാട്ടിലുണ്ട്. എന്നാൽ അവന്മാർക്കൊന്നും പെണ്ണ് കിട്ടത്തില്ല. ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ കിട്ടത്തുള്ളൂ. അത് മാത്രമല്ല, ഈ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിലുള്ള മൊത്തം പയ്യന്മാരും ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഇടിച്ച് കയറി ഗവൺമെന്റ് ജോലി, മറ്റേ ഗവൺമെന്റിന്റെ അകത്തോ ഇരിക്കാൻ പറ്റുമോ? ഈ PSC എഴുതി കഴിഞ്ഞാൽ എല്ലാ പയ്യന്മാർക്കും ജോലി കിട്ടുമോ? നിങ്ങളൊക്കെ എന്ത് വിഡ്ഢികളാണ്, എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പെൺവീട്ടുകാരോടാണ് പ്രത്യേകിച്ച്. ഓക്കെ, ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലാതെ വേറെ ഒരു ജോലിയല്ല. ഇവിടെ 10, 60, 70, 80 വയസ്സ് പോട്ട് 100 വയസ്സ് വരെ മാക്സിമം കൂടിപ്പോയി ജീവിക്കും. ആ ജീവിതത്തിൽ ഗവൺമെന്റ് ജോലി തന്നെ വേണം എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പെൻഷൻ, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ പെൻഷനും റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിയിൽ ഇരിക്കുന്നതിനേക്കാളും സമ്പാദിക്കുന്ന ഒരുപാട് പയ്യന്മാരുണ്ട്. കാശ് വേണം ജീവിക്കാൻ, അല്ലേ? സമ്പാദിക്കുന്നുണ്ടോ, അവൻ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരെ. അല്ലാണ്ട് ഈ പറയുന്നത് പോലെ ഗവൺമെന്റ് ജോലിയെ ശരണം, അതിൽ എന്തെങ്കിലും ഉണ്ടോ ഒരിട്ടി വെച്ചിരിക്കുന്നത്? കുറേ പെൺവീട്ടുകാരുണ്ട് ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിലേ കെട്ടിക്കുന്നുള്ളൂ. ഈ പറയുന്ന നിന്റെയൊക്കെ മക്കൾക്ക്, കെട്ടിക്കാൻ നിൽക്കുന്ന ഈ വീട്ടുകാരുടെ മക്കൾക്ക്, പെൺമക്കൾക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്നാ ഗീരവത്തിന് കിടന്ന് പിടിക്കുന്നത് ഗവൺമെന്റ് ജോലി? ഭർത്താവ് അഥവാ സർവീസിൽ നിന്ന് ചത്തു കഴിഞ്ഞാൽ ആ ജോലി ഭാര്യയ്ക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ജോലി. കുറേ ബുദ്ധിയും ബോധവും വിവരമില്ലാത്ത വീട്ടുകാരുണ്ട് ഇപ്പോഴും. തലക്കകത്ത് കെണ്ടിയും വെച്ചുകൊണ്ട് നടക്കുന്ന ടീംസ്. മറ്റേ കട്ടപ്പനയിൽ ഋത്തിക് റോഷൻ സിനിമയിലും ഷാറൂഖ് ഖാൻ അവന് ഗവൺമെന്റ് ജോലി ഉണ്ടായി ആ ഒരു സെറ്റപ്പ്, അത് കളിയാക്കുന്നതാ മൂവിയിൽ. അത് സത്യമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോഴും തലയ്ക്കകത്ത് ബോധവും വെളിവില്ലാത്ത കുറേ എണ്ണം. പിന്നെ ഇനി എങ്ങാണ്ട് ഒരു പയ്യന് കല്യാണം അന്വേഷിച്ച് വരുന്ന സമയത്ത് ആ പയ്യന് അത്യാവശ്യം വീട്ടിൽ ഈ പെൺവീട്ടുകാരൊന്ന് പയ്യന്റെ ചുറ്റുപാടിലൊന്ന് അന്വേഷണം തുടങ്ങുമ്പോൾ അവൻ കഞ്ചാവ്, ഈ ഒരു സെറ്റപ്പിൽ പറയുന്ന നാട്ടുകാർ തേണ്ടികൾ വിളങ്ങത്തില്ലടാ. നീക്ക് ഗുണം പിടിക്കത്തില്ല. നിന്റെയൊക്കെ മക്കള് വീട്ടിൽ കിടന്നു, ഞാൻ പറയുന്നില്ല, പ്രാവി എന്ന് പറയും. എനിക്ക് പേഴ്സണലി അറിയാന്നുള്ള കുറേ ടീംസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ നാട്ടിലുള്ള നാറികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നാറികളെന്ന് ഉദ്ദേശിക്കുന്ന എല്ലാവരും ഇല്ല, ഈ പറയുന്ന നാറികൾ. ഓക്കെ, അത് അവരവർക്ക് കൊള്ളേണ്ടവർക്ക് കൊണ്ടോ, എനിക്കത് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. തെളിവോടെ കിട്ടിക്കഴിഞ്ഞാൽ ഇടിച്ചിരിക്കും, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. ഞാൻ പറഞ്ഞു പോയപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞു വേണം. ഓക്കെ, അത് വേറെ സത്യം. അപ്പോൾ നമ്മുടെ രാജേഷ് ചേട്ടനാണ് നമ്മുടെ ഇവിടുത്തെ വിഷയം. ഞാൻ വിഷയത്തിന് തന്നെ മാറിപ്പോയി, പറഞ്ഞു പോയപ്പോൾ ഫ്രസ്ട്രേഷനിൽ എവിടെയൊക്കെ കയറി ഞാൻ പോയി. ഓക്കെ, അപ്പോൾ രാജേഷ് ചേട്ടൻ്റെ ഈ 50-ാമത്തെ വയസ്സിൽ കല്യാണം, കുടുംബജീവിതം, എനിക്ക് സത്യം പറഞ്ഞ ക്യൂരിയോസിറ്റി ഉണ്ട്.
ആ പെൺകുട്ടിയും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. നിങ്ങൾ തമ്മിൽ കാര്യങ്ങൾ പറഞ്ഞ് ഇഷ്ടമായി, കല്യാണം കഴിച്ചു, കല്യാണം കഴിച്ച് ജീവിക്കാൻ പോകുന്നു. നല്ല തീരുമാനം. എന്തായാലും ഇവിടെ 30 വയസ്സ് കഴിഞ്ഞാൽ പയ്യന്മാർക്ക് പെണ്ണ് കിട്ടത്തില്ല, 30 വയസ്സ് കഴിഞ്ഞാൽ നീ കിളവൻ എന്നൊക്കെ പറഞ്ഞ് ഒരു പൊതുവെ ഒരു കരക്കമ്പി സംസാരം ഉണ്ടോ. കരക്കമ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യന്മാർക്ക് 30 കഴിഞ്ഞാൽ പെണ്ണ് കിട്ടത്തില്ല, 30 വരെ ഉള്ളൂ, ഓടി 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 കെട്ടിക്കോ. ഈ ഒരു സെറ്റപ്പിലുള്ള സാധനമാണ് 30 കഴിഞ്ഞാൽ എനിക്ക് പെണ്ണ് കിട്ടത്തില്ല. ഈ ഒരു സ്കീമുണ്ട് ഇവിടെ, ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. ഓക്കെ, അതൊരു അജണ്ട പോലത്തെ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ്. പയ്യന്മാർക്ക് 30 കഴിഞ്ഞാൽ പെണ്ണ് കിട്ടത്തില്ല, പിന്നെ പെണ്ണ് കിട്ടണമെങ്കിൽ നേപ്പാളിൽ പോകണം. ഈ സെറ്റപ്പാണ് അവസ്ഥ. അങ്ങനെയുള്ള ഒരു കുറെ കിഴങ്ങന്മാർക്കും കിഴങ്ങിയൊക്കെ കുടുംബക്കാർക്കും ഒക്കെ ഉള്ളൊരു അടിയും കൂടിയാണ് ഈ സാധനം. അതായത് 50-ാമത്തെ വയസ്സ് നല്ല കിളി പോലത്തെ ഒരു പെൺകുട്ടിയെ കിട്ടുന്ന രാജേഷ് ഏട്ടൻ. ഓക്കെ, എന്തായാലും നമുക്ക് അതിന്റെ കുറച്ച് വീഡിയോ കാണാം, പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നോക്കാം. എന്റെ പെൺകുട്ടിയാണ് ഈ വന്നിരിക്കുന്നത്. ഈ കാണുന്ന ആളെ കണ്ടോ? ഇതാണ് ഞാൻ തേടി കണ്ടുപിടിച്ച നെഹ PS. എങ്ങനെയുണ്ട്? 50-ാമത്തെ വയസ്സിൽ വിവാഹം. എന്താ താങ്കൾക്ക് പറയാം? ഈ 50 വയസ്സ് വരെ ഞാൻ തയ്ക്കാൻ പറ്റപാട് എനിക്കറിയാം. മാത്രമാണ് ഷുഗർ, സ്നേഹത്തിന് ഷുഗർ ഉണ്ട്, പ്രഷർ കയറും എനിക്ക്. ഡെയ് അങ്ങനെ കമ്പിയൊന്നും കൈ കിട്ടുന്ന കുറച്ച് എന്റെ ഡെയ്. താങ്കൾക്ക് പിക്കപ്പ് ഉണ്ടോ എന്നൊരു സംശയം. അതിപ്പോ ഞാനല്ല പറയേണ്ട ആള്. ഈ ഒരു അമൂല്യ നിമിഷത്തെ കുറിച്ച് എന്താ പറയാനുള്ള? സന്തോഷമായി. അപ്പൊ ഇനി എന്താ കല്യാണം? അറിയില്ല, ഫിക്സ് ചെയ്തിട്ടില്ല. ഓക്കെ, എന്തായാലും പോയിട്ട് വാ. ആഗസ്റ്റില്? നിങ്ങൾ തീരുമാനിച്ചാൽ ഞങ്ങൾ അറിയുന്നത്. എന്നോട് പറഞ്ഞു. വേറെ ആരോട് സംസാരിക്കുന്നതിനോട് മാത്രം സംസാരിച്ചോട്ടോ. ഓക്കെ, ടാറ്റ, വിട്ടോ. കണ്ണനോട് സംസാരിച്ചു. ഓക്കെ, നല്ല ഹാപ്പി മൊമെന്റ്സ് ആണ്. ഓഗസ്റ്റിൽ കല്യാണം ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ അവരെ വീട്ടുകാരെ എല്ലാവരും സമ്മതത്തോട് കൂടി അവർ വളരെയധികം സന്തോഷത്തോട് കഴിക്കുന്ന ഒരു കല്യാണം. സത്യം പറഞ്ഞ് ഇത് കണ്ടപ്പോൾ ഇപ്പൊ ഒന്നും പെണ്ണ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, 19-ാമത് കിട്ട എന്നുള്ളൊരു മൈൻഡിലാണ് എന്റെ മൈൻഡ്. അപ്പം അങ്ങനെ ആ സമയത്ത് എങ്ങാണ്ട് പെണ്ണ് കിട്ടട്ടെ എന്നുള്ള മൈൻഡിൽ ഞാൻ എൻ്റെ ഒരു ബേസിക്കലി ഇപ്പോൾ ഈ കല്യാണം അങ്ങനത്തെ ഒരു ഇതൊന്നും നമ്മുടെ മൈൻഡിലില്ല. നമുക്കിപ്പോൾ ഇങ്ങനെ ഫുഡൊക്കെ അടിച്ച് ഇങ്ങനെ ചില്ലടിച്ച് അടക്കാനാണ് ഭാവിയിലുള്ള കാര്യങ്ങളല്ലേ, അത് ഭാവിയിൽ നോക്കാം. അപ്പം നമ്മുടെ രാജേഷ് ഏട്ടനാണ് നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം, ഹീറോ ആയിട്ട് നിൽക്കുന്നത്. ഇനി എനിക്ക് തോന്നുന്നതും മനസ്സിലാക്കുന്നതും എന്തായാലും രാജേഷിൻ്റെ ആ കല്യാണ ദിവസം ഉറപ്പായിട്ട് ഓൺലൈൻ മീഡിയസ് അവിടെ കാണും, എല്ലാവരും ബൈറ്റ് ചാടി പറക്കിയെടുക്കും, ഒരു കോൺട്രവേഴ്സി എന്തായാലും നോക്കാം. പിന്നെ അതുപോലെ തന്നെ ആൾക്കാർ ഇനിയിപ്പോൾ പറയും 50-ാമത്തെ വയസ്സിൽ ആ പെണ്ണ് എന്ത് വല്ല കുഴപ്പം കാണും എന്നൊക്കെ ഉള്ള രീതിയിൽ മോശമായിട്ട് പറയുന്ന ആൾക്കാർ കാണും. എല്ലാ രീതിയിലും കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും ഒക്കെ ഉള്ള ആൾക്കാർ ഉറപ്പായിട്ട് കാണും. നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് നിങ്ങൾ ഒരു ബോണ്ടോട് കൂടി ജീവിക്കുക എന്നത് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ പരസ്പര ഇഷ്ടം തന്നെയാണ് അവിടെ മെയിൻ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ വീട്ടുകാരുടെ സമ്മതം കൂടി നോക്കിയാൽ മതി. വേറെ ഒന്നും നോക്കി വീട്ടുകാരെ വിഷമിക്കാൻ നിൽക്കില്ല കേട്ടോ. അത് ബേസിക്കലി എനിക്ക് പറയാനുള്ള കാര്യമാണ്. നമ്മൾ ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ വീട്ടുകാരെയും കുടുംബക്കാരെ രണ്ടാമത്തെ സെക്കൻഡറിയാണ് വീട്. പക്ഷെ നമ്മുടെ സ്വന്തം അച്ഛൻ, അമ്മ അങ്ങനെയുള്ളവരൊന്ന് വിഷമിപ്പിക്കാണ്ട് നമ്മളൊരു കുടുംബജീവിതം സ്റ്റാർട്ട് ചെയ്യുക, അതാണ് ബെറ്റർ. അവരുടെ ആശീർവാദത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും നമ്മൾ കുടുംബജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ആണെങ്കിൽ നമ്മുടെ കുടുംബജീവിതം ഒരു പരിധിവരെ നല്ല ബ്ലെസ്സിങ്ങോടെ മുന്നോട്ട് പോകാൻ പറ്റും. ഈ ഒളിച്ചോട്ടമൊന്നും ഞാൻ അതാണ് സപ്പോർട്ട് ചെയ്യാത്തത്. നമ്മുടെ കുടുംബക്കാരെയും സ്വന്തം അപ്പനെയും അമ്മയും എല്ലാവരും വിഷമിപ്പിച്ചുകൊണ്ട് നാണക്കെടുത്തിക്കൊണ്ടും പലരും ഒളിച്ചോടാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒളിച്ചോട്ടത്തിന് സപ്പോർട്ട് ചെയ്യാത്തത്. അല്ലാണ്ട് നിങ്ങൾ പ്രേമിച്ച് നിങ്ങൾ കല്യാണം കഴിച്ചതുകൊണ്ട് അസൂയ കാണുന്നത് കൊണ്ടൊന്നുമല്ല. ഞാൻ ഒട്ടുമിക്ക ഒളിച്ചോട്ടങ്ങളെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്, ഒട്ടുമിക്ക എന്നല്ല എല്ലാത്തിനും. ഓക്കെ, അങ്ങനെ വിമർശിക്കുന്നതിൻ്റെ റീസൺ അത് തന്നെയാണ്. അതായത് വീട്ടുകാരെ സ്വന്തം പെറ്റ് വളർത്തി തന്തേന്നുള്ളതൊക്കെ വിഷമിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് പോകുന്നത് എനിക്ക് വലിയ യോജിപ്പുള്ളൊരു കാര്യമല്ല. എന്ന് വെച്ചിട്ട് ചില വീട്ടുകാരുടെ മോശം ക്യാരക്ടേഴ്സും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആ ഒരു സബ്ജക്റ്റ് ബേസിലായിരിക്കും സംസാരിക്കുന്നത്. ഇടക്കാലത്ത് ഒരു പെൺകുട്ടി പ്രായമായ ഒരു ഡോക്ടറിനെ എങ്ങാണ്ട് കല്യാണം കഴിച്ചൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ ട്രീറ്റ്മെന്റോ ചികിത്സ എന്തൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഡോക്ടറാണ് അവസാനം പെൺകുട്ടിയെ വളയ്ക്കുന്നത്. അത് ഒരു ആ ഫീൽഡുമായി ബന്ധപ്പെട്ട് അയാൾ കാണിക്കുന്ന ഒരു നെറുകേടായിട്ടാണ് എനിക്കൊന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനൊന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഇഷ്ടമാണ്, അവർ പ്രേമിച്ച് കഴിഞ്ഞാൽ നമുക്ക് തടയാനൊന്നും പറ്റത്തില്ല, അവരുടെ ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ നമ്മളെ സന്തോഷം മാത്രം നോക്കാണ്ട് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ കൂടി കാര്യങ്ങൾ നമ്മളൊന്ന് മൈൻഡിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും.
എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. കാരണം ഈ 50 വയസ്സും ഈ പെൺകുട്ടിയുടെ ആ ഒരു ഏജ് ഡിഫറൻസ് പ്രശ്നമായിട്ട് തോന്നുന്നവരുണ്ടോ, അല്ലെങ്കിൽ ഈ 50-ആം വയസ്സിൽ ഇങ്ങനെ എന്തിന് കെട്ടിയെന്നോ ചോദിക്കാനുള്ളവരുണ്ടോ? അങ്ങനെ കുറെ കമന്റ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, കളിയാക്കലുകളും പരിഹാസങ്ങളും. ഇപ്പൊ ഈ വീഡിയോ എടുത്തവർ പിക്കപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ചെറിയ വിമർശനങ്ങൾക്ക് ഇടയാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് സ്വന്തം കൂട്ടുകാരൊക്കെയാണ് ചോദിക്കുന്നത്, അല്ല ഓൺലൈൻ മീഡിയാസ് അല്ല, കൂട്ടുകാരൊക്കെയാണ് അതൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അത് കൊണ്ട് തന്നെ അതൊരു ചെറിയൊരു നെഗറ്റീവ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ കല്യാണത്തിന്റെ ഡേറ്റ് പുറത്തു വന്നു കഴിഞ്ഞാൽ ഓൺലൈൻ മീഡിയാസ് അവിടെ എത്താനുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ട്. എന്തായാലും മംഗളാശംസകൾ, നല്ലോണം ജീവിക്കാൻ സാധിക്കട്ടെ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ. ഇവിടെ പെണ്ണ് കിട്ടാണ്ടിരിക്കുന്ന ഒരുപാട് ആണുങ്ങളുള്ള ഈ കൊച്ചു കേരളത്തിൽ ഇതൊരു മാതൃകയായി മാറട്ടെ. 50-ആം വയസ്സിലെങ്കിലും പെണ്ണ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പ്രണയങ്ങൾ, ഒരുപാട് കല്യാണങ്ങളൊക്കെ കഴിഞ്ഞു പോകാറുണ്ട്. പക്ഷെ എല്ലാ കുടുംബജീവിതങ്ങളും അടിപൊളിയായിട്ട് പോകുന്ന ചരിത്രമില്ല. ഇപ്പൊ ഇടയ്ക്ക് റീസെന്റ് തന്നെ പൂനെയിൽ മറ്റേ ഒരു അഗർവാൾ പയ്യനില്ലേ, അവനെ തീർത്തത് കണ്ടില്ല. കോടീശ്വരനായ ഒരുത്തന് അവളുടെ കാമുകന് വേണ്ടി തീർത്തു. രാജസ്ഥാനിലൊരു വലിയ മണ്ഡപമൊക്കെ 17 കോടിയുടെയൊക്കെ സെറ്റപ്പിൽ ചെയ്തതാണ് കല്യാണമൊക്കെ. അതെല്ലാം നശിപ്പിച്ച് കാമുകന് വേണ്ടിയിട്ട് അവനെ തീർത്തിട്ട് പോയി. അങ്ങനത്തെ ഒരുപാട് ന്യൂസുകൾ നടക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ രാജേഷ് ചേട്ടനും ഈ ഒരു പെൺകുട്ടിയും ഒരു മാതൃകയായി മാറട്ടെ, നല്ലോണം ജീവിക്കട്ടെ. ഒരുപാട് കുടുംബജീവിതങ്ങൾ തകർന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്നത് പോലെ ഇവരൊരു മാതൃകയായി മാറി നല്ലോണം ജീവിക്കാൻ സാധിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കേണ്ട പുതിയൊരു വീഡിയോ ആയിട്ടാണ്.